അപ്പോൾ നമ്മളിന്നും പഴയ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ ഷർട്ടാണ്. ഷർട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ തുണിക്ക് കുറച്ചും കൂടി ബലം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ കളർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാബിറ്റിനെയാണ്. അപ്പോൾ റാബിറ്റിന് വേണ്ടത് ഒരു ഹെഡ്, പിന്നെ 2 വലിയ ചെവി, പിന്നെ ബോഡി പാർട്ട്, പിന്നെ 2 കൈ, 2 കൈയല്ല 4 കാല്, മീൻസ് മുകളിൽ 2 കൈയും പിന്നെ ബാക്കിൽ 2 കാലും, അങ്ങനെ 4 എണ്ണം. അപ്പോൾ ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുയലിൻ്റെ എല്ലാ പാർട്സും ഞാൻ വെട്ടിയെടുത്തു. ഈ 2 ചെവിയുടെ പാർട്സ്. ചെവി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ടില്ല, ഇങ്ങനെയാണ് ചെവി വരച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇത് 2 കൈക്ക്, പിന്നെ ഇത് കാലിന്, പിന്നെ ഇത് നമ്മുടെ മുഖത്തിന്, ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും പോർഷൻസാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ എല്ലാത്തിൽ കൂടെയും റണ്ണിങ് സ്റ്റിച്ച് വഴി സ്റ്റിച്ച് ചെയ്യുക, പിന്നെ മറുപുറം മുറയ്ക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഇങ്ങനെ വിട്ടേക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പഴയ ക്ലോത്ത്സോ അല്ലെങ്കിൽ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞിയാണെങ്കിലും നിങ്ങൾക്ക് കയറ്റാം. അപ്പം നമ്മൾ ഓരോ പാട്ടും വെട്ടിയെടുത്തു. അതിൽ നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഞാൻ വെട്ടിയത് കാണിച്ചില്ലായിരുന്നു നേരത്തെ. ഒരു ഓവൽ ഷേപ്പിലാണ് വെട്ടിയെടുത്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു പോർഷൻ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ചുമ്മാ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉണ്ടോ, ഇവിടെ ഇത്രയും ഭാഗം ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു, ഇവിടെ മാത്രം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹോളുള്ളത് കൊണ്ട് നമുക്കിതിലോട്ട് നമ്മുടെ വേസ്റ്റ് തുണി കിടത്തിയിടുകയും ചെയ്യാം. ഇത് ഇങ്ങനെ മറുപുറം തിരിക്കണം. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് പതിയെ ഇങ്ങനെ അകത്തോട്ടാക്കി, ഇതും ഇങ്ങനെ പതിയെ അകത്തോട്ടാക്കി ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം നിറച്ചിട്ട് വേണം ഇങ്ങനെ തുന്നാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ നിറച്ചിട്ടില്ല. അങ്ങനെ ഓരോന്നും, ഇതിപ്പോൾ കാലിൻ്റെ പോർഷനാണ്, ഇതിപ്പോൾ 2 കൈ, അതേപോലെ ഇത് ഹെഡ് പോർഷൻ, പിന്നെ ഇത് 2 ചെവിയിൽ ഞാനൊന്നും നിറച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കുറച്ച് ആടിയിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ, അപ്പോൾ കുറച്ച് ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് നല്ലതെന്ന് തോന്നിയുകൊണ്ട് ഞാനൊന്നും ഇതിനുള്ളൊന്നും നിറച്ചിട്ടില്ല. അപ്പം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നേരേക്ക് നിന്നോളും. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്നും നിറച്ചില്ല, ബാക്കിയുള്ളതിൽ ഞാൻ നിറയ്ക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഈ കാലിൻ്റെയാണ് ശരിയാക്കാൻ പോകുന്നത്. കാലിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ വേണമല്ലോ. ഞാൻ 3 ഫിംഗേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നൂലിൻ്റെ അറ്റൊന്ന് നോക്ക് ചെയ്യുക. നോക്ക് ചെയ്ത ശേഷം നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കുക. എപ്പോഴും അടിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം, ജസ്റ്റ് ബാക്കി കൂടെ. എന്നിട്ട് നമ്മൾ എതിൽ കൂടിയാണോ മുകളിലേക്ക് എടുത്തത് ആ പോർഷനിൽ തന്നെ ഒന്ന് കുത്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുകളിൽ കൂടെ കൊണ്ടുവരിക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് ആ മുകളിൽ നിന്ന് കൊണ്ടുവരും, ആ മുകളിലുള്ള പോർഷനിൽ നിന്ന് കുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഫിംഗർ കണക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് വീണ്ടും കൊണ്ടുപോവുക. ശേഷം അടുത്ത ഫിംഗറിൻ്റെ പോർഷനിലോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് മുകളിലേക്ക് വലിക്കുക. ദെൻ ഇത് വീണ്ടും ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോഴാണ് ഫിംഗറായിട്ട് കിട്ടുന്നത്. ഇത് താഴെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെയാണോ എടുത്തത് അതിലൂടെ മുകളിലേക്ക് കയറ്റുക. വലിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ഫിംഗർ പോലെയായില്ലേ. അപ്പോൾ കാലിൻ്റെ ഫിംഗർ റെഡിയായി. ഇതുപോലെ തന്നെ അടുത്തതും
ചെയ്യുക. അടുത്ത കാലിൽ ഇങ്ങനെയാണ് കാലിൽ ഞാൻ ഫിംഗർ ഉണ്ടാക്കിയത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണും മൂക്കും പിടിപ്പിക്കാനാണ്. അപ്പോൾ കണ്ണും മൂക്കും പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും, കണ്ണ് പിന്നെ ഒരു മൂക്ക്. അപ്പോൾ നമ്മൾ താഴേന്ന് ജസ്റ്റ് ഈ പാർട്ടിലോട്ട് എത്തുന്ന രീതിക്ക് സൂചി എടുക്കുക. താഴേന്ന് വേണം സൂചി കയറ്റാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മുത്ത് എന്ന് പറയുന്ന ഈ കളറുള്ള മുത്ത്. ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സുമേന്ന് എവിടെന്നെങ്കിലൊക്കെ പറിച്ചെടുത്താൽ മതി, ചീത്തയായിട്ട് കിടക്കുന്ന ഡ്രസ്സുമേന്ന്. എന്നിട്ട് ഇതിലൂടെ തന്നെ താഴത്തേക്ക് കൊണ്ടുപോകാം. ഒരു കണ്ണ് അത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കണം, നല്ലൊരു ഭംഗിക്ക് ഇരിക്കുള്ളൂ. അതിൽ ഒന്ന് താഴെ നിന്നിരിക്കുള്ളൂ. ഇനി അടുത്ത കണ്ണ് നേരെ തന്നെ ഞാൻ സൂചി എടുത്തു. ഇനി നമ്മൾ അടുത്ത മുത്തും കോർക്കുക. അതും ഇതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് വേണം സൂചി താഴത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. താഴത്തേക്ക് കൊണ്ടുപോവുക, നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുക. 2 കണ്ണ് റെഡിയായി. ഇനി വേണ്ടത് മൂക്കാണ്. മൂക്കിൻ്റെ പോർഷൻ എവിടെ കുത്തിയേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുത്തിയെടുക്കുക. ഞാൻ കുറച്ചുകൂടി വലിയ മുത്തെടുത്തേക്കുന്നത്. സ്യൂട്ടാവുമെന്ന് അറിയത്തില്ല, നല്ല കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. താഴത്തോട്ട് കുത്തിയെടുക്കുക. ഓക്കെ, അങ്ങനെ ശരി. ഇനിയിപ്പോൾ റാബിറ്റ് എന്ന് പറഞ്ഞിട്ട് കരടിയാവോ എന്തോ, എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തു. ഇനി സെക്യൂറായിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ കണ്ണും മൂക്കും. ഇനി നമ്മുടെ മുയലിൻ്റെ വായാണ് ശരിയാക്കേണ്ടത്. മുയലിൻ്റെ വായിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമില്ലേ, അതുണ്ട്. സോ നമ്മളത് കൊടുക്കാം സൂചി വെച്ചിട്ട് തന്നെ. ഞാനിവിടെ ബ്ലാക്കും ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമില്ലേ, അതുണ്ട്. സോ നമ്മളത് കൊടുക്കാം സൂചി വെച്ചിട്ട് തന്നെ. ഞാനിവിടെ ബ്ലാക്ക് നൂല് ഉപയോഗിക്കുന്നത് കേട്ടോ. തന്നെ റെഡിയാവും. ഒന്ന് വലിച്ചു കൊടുത്തു. ഇപ്പോഴാ ഒരു കംപ്ലീറ്റ് ആയ ഒരു തോന്നലുണ്ട്. ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കട്ട് ചെയ്യാം. ഇത്രയും ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെക്ക് ഇതിലോട്ട് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും തുമ്പത്തന്നെ വെച്ചിട്ട് ഇങ്ങനെ പിടിപ്പിക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ തുന്നിയാണ് പിടിപ്പിക്കുന്നത്. ഇതിന് കട്ടിയുണ്ട്, ഇതിങ്ങനെ പോവാം. ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ഈ രണ്ട് വശം പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം, സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ തുന്നി കൊടുക്കുക. അപ്പോൾ ഒരു അനങ്ങാതിരിക്കെങ്കിലും ചെയ്യരുത്. ഇനി നമ്മൾ ഈ കാലിൻ്റെയാണ് ശരിയാക്കാൻ പോകുന്നത്. കാലിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ വേണമല്ലോ. ഞാൻ 3 ഫിംഗേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നൂലിൻ്റെ അറ്റൊന്ന് നോക്ക് ചെയ്ത ശേഷം നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കുക. എപ്പോഴും അടിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം, ജസ്റ്റ് ബാക്കി കൂടെ. എന്നിട്ട് നമ്മൾ എതിൽ കൂടിയാണോ മുകളിലേക്ക് എടുത്തത് ആ പോർഷനിൽ തന്നെ ഒന്ന് കുത്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുകളിൽ കൂടെ കൊണ്ടുവരിക.
അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് ആ മുകളിൽ നിന്ന് കൊണ്ടുവരും. ആ മുകളിലെ പോർഷനിൽ നിന്ന് കുത്തി മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഫിംഗർ കണക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് വീണ്ടും കൊണ്ടുപോവുക. ശേഷം അടുത്ത ഫിംഗറിൻ്റെ പോർഷനിലോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് മുകളിലേക്ക് വലിക്കുക. ദെൻ ഇത് വീണ്ടും ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോഴാണ് ഫിംഗറായിട്ട് കിട്ടുന്നത്. ഇത് താഴെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെയാണോ എടുത്തത് അതിലൂടെ മുകളിലേക്ക് കയറ്റുക. വലിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ഫിംഗർ പോലെയായില്ലേ? അപ്പോൾ കാലിൻ്റെ ഫിംഗർ റെഡിയായി. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. അടുത്ത കാലിൽ ഇങ്ങനെയാണ് കാലിന് ഞാൻ ഫിംഗർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചെവി ഞാൻ പിടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്ക് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് പോലെ ഇങ്ങനെ ഒരു ഇത്തിരി ഭാഗം ഒഴിച്ചു. ഇതൊന്ന് വലിച്ചപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി. ഇപ്പോൾ ഒരു റാബിറ്റ് കണക്കേ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് വലിച്ച് ഒന്ന് തുന്നിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നോക്കട്ടോ. അങ്ങനെ നമ്മുടെ റാബിറ്റ് ഏകദേശം റെഡിയായി. ഇരിക്കുന്നൊക്കെയുണ്ട്. ഞാനിവിടെ ഫുള്ളിങ്ങനെ തുന്നി, റൗണ്ടിൽ ഓരോ ഭാഗം ഇങ്ങനെ തുന്നി. അങ്ങനെയാണത് ഫിറ്റായിട്ടിരിക്കുന്നത്. തല ഞാൻ ആടാൻ വേണ്ടി തന്നെ ഇന്ന് വെച്ചേക്കുന്നതാണ്. നല്ലൊരു രസമുള്ളൂ. ഇപ്പോൾ നമുക്കിത് ടേബിളിൽ ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ടേബിളിൽ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭംഗി ഉണ്ടാവും, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞ് കിട്ടിയപ്പോൾ കുറച്ചുള്ള കമ്പിയാണ്. പിന്നെ ഞാൻ സ്ഥിരം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിൽക്കുന്ന കുറച്ച് കാടും പറിച്ചെടുത്തു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്കൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് കമ്പിയും കെട്ടുകമ്പി ഞാൻ വീടിന് ചുറ്റും ഇങ്ങനെ നടന്നപ്പോൾ കിട്ടിയ ഒരു ഇച്ചിരി കമ്പിയും പിന്നെ സ്ഥിരം നമ്മുടെ കാട് ഇത് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പി എടുത്തിട്ട് നമ്മുടെ ഈ ഉണങ്ങിയിരിക്കുന്ന വള്ളിയുടെ ഉള്ളിലാക്കി ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് അങ്ങ് വെച്ച് എന്നിട്ട് ബ്ലാക്ക് നൂല് കൊണ്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളിങ്ങനെ ചുറ്റി എടുത്തു. അപ്പോൾ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്കിങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കമ്പി ഫുള്ളിങ്ങനെ ഒരു കുറച്ച് നീളത്തിലിങ്ങനെ ഉള്ളിൽ കൂടെ കയറ്റി വള്ളിയിലിങ്ങനെ വെച്ച് ഈ നൂല് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ പല ഷേപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിനെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കി. അങ്ങനെ ഞാനിതിനൊരു ഹാർട്ടിൻ്റെ മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഹാർട്ടിൻ്റെ മോഡലിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിലെന്താ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് ഈ കറുത്ത നൂല് വെച്ച് നമ്മൾ ഫുൾ ചുറ്റിയേക്കുന്നതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു അഭംഗി പോലെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാനൊരു സാറ്റൻ റിബൺ വെച്ചിട്ട് ഇതിനെ ഫുൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്തു. പിന്നെ ചെയ്തത് നമ്മുടെ ടെടിയല്ല റാബിറ്റിനെ ഞാൻ ഇതിനുള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടുന്ന രീതിക്ക് ഈ റാബിറ്റിൻ്റെ നമ്മുടെ ചെവി ഇവിടെ കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ ആടുന്ന രീതിക്കാക്കി
എന്നിട്ട് ഇതിനെ ഹാങ് ചെയ്തിടാൻ പാകത്തിന് വേറൊരു കളർ സാറ്റൻ റിബൺ എടുത്തു. പിന്നെ വേറൊരു സംഭവം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെഡിൻ്റെ റീജിയനോട് ജോയിൻ ചെയ്തേക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാറ്റൻ റിബൺ ചെറിയൊരു ബോ പോലെയല്ല, ഒരു ഭംഗിക്ക് ഒന്ന് ഒരു ഫ്ലവർ മോഡലിനൊന്ന് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു സെക്യൂറാക്കി. ഇത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തൂക്കിയിട്ട് കഴിയുമ്പോൾ ഈ നമ്മുടെ റാബിറ്റ് ഇരുന്ന് ഇങ്ങനെ ആടുകയും ചെയ്തോളും.